നേതാക്കളെ അനുകരിച്ച് അവതരിപ്പിക്കുമ്പോൾ എന്തെങ്കിലും പ്രതികരണം അവരിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടോ? നന്നായിട്ടുണ്ടെങ്കിൽ കൈയടിക്കും, അല്ലെങ്കിൽ അപ്പോഴേ പ്രതികരണം തരുമല്ലോ. പിന്നെ ഇടക്കാലത്തൊക്കെ ഒരു വിഷയം ഉണ്ടായിരുന്നു. ഒരു 2-3 വർഷത്തിന് മുമ്പൊക്കെ ഈ DYFIയിലെ പിന്നെ ആൾക്കാർ തന്നെ പറഞ്ഞു, ഇങ്ങനെ രാഷ്ട്രീയ നേതാക്കളെ നമ്മളുള്ള ആരെയും അനുകരിക്കാൻ പാടില്ല. അങ്ങനെ ഉണ്ടായി. അതെനിക്ക് കോട്ടയത്തൊരു സ്റ്റേജിൽ നേരത്തെ കൂട്ടി ഒന്ന് പറഞ്ഞു. അപ്പം തന്നെ ഞാൻ മുകളിലുള്ള മറ്റ് നേതാക്കന്മാരെ വിളിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഒരു പ്രശ്നമില്ല, ധൈര്യമായിട്ട് ചെയ്തോ, നമ്മൾ അതുമായിട്ട് ഒരു വിഷയമല്ല, ധൈര്യമായിട്ട് ചെയ്തോളാം. പിന്നെ ഇപ്പൊ ഏത് നേതാക്കന്മാരെയും മുഖ്യമന്ത്രിയെ കണ്ടിട്ടുണ്ടോ നേരിട്ട്? പിന്നെ തീർച്ചയായിട്ടും അങ്ങനെ മുഖ്യമന്ത്രിയുമായിട്ട് ഒരു സ്റ്റേജിൽ പങ്കെടുക്കാനുള്ള ഒരു ഭാഗ്യം എനിക്ക് അടിപൊളിയായിരുന്നു. പുള്ളിയൊക്കെ ഞാൻ ഇമിറ്റേറ്റ് ചെയ്യാറുണ്ടായിരുന്നു. ശരി, കേരളത്തിൻ്റെ വളരെ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയും ബ്രസീലും തമ്മിലുള്ള ക്രിക്കറ്റ് കളിയിൽ ജയിച്ചതാരാ? പാകിസ്ഥാൻ. ഓരോന്ന് അർത്ഥം വെച്ച് പുള്ളി പറയാറുണ്ട്. അതെ അതെ. പിന്നെ പ്രതിപക്ഷ നേതാവിനെ അനുകരിക്കാറുണ്ട്. മിക്ക രാഷ്ട്രീയ നേതാക്കളെ അനുകരിക്കാറുണ്ട്. ശരിക്കും പറഞ്ഞാല് എന്താ ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞു തീർച്ചയായിട്ടും ഞാൻ അംഗീകരിച്ചിരിക്കും. ഇപ്പൊ ഹൈക്കമാൻഡിനോട് ഓടാൻ പറഞ്ഞാൽ എന്താ തീർച്ചയായിട്ടും ഞാൻ ഓടിയിരിക്കും. ഹൈക്കമാൻഡിനോട് കിരട്ടിച്ചാടാൻ പറഞ്ഞാൽ എന്താ തീർച്ചയായിട്ടും ഞാൻ ചാടിയിരിക്കും. ഹൈക്കമാൻഡിനോട് രാജിവെക്കാൻ പറഞ്ഞാൽ അതങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാൽ ആശാരി പണി അറിയാല്ലേ? അറിയാം. ചോദിച്ചത് മറ്റേ സാറ് രസേന്ദ്രൻ ചെയ്തതിന്റെ സിനിമ ആണല്ലേ ഉള്ളു, ബോർഡ് വായിക്കാൻ അറിഞ്ഞൂടാ. അത് അടിപൊളിയായിരുന്നു. രസതന്ത്രത്തില് മോഹൻലാൽ സാറുമായിട്ടുള്ള അല്ലേ? എങ്ങനെയുണ്ട്? മമ്മൂട്ടി, മോഹൻലാൽ, ദിലീപ്, സുരേഷ് ഗോപി, ജയറാം, അങ്ങനെ മലയാളത്തിലെ ഇപ്പോഴത്തെ എല്ലാ സൂപ്പർ താരങ്ങളോടും ഒപ്പം അഭിനയിക്കാൻ കുറഞ്ഞ സമയം കൊണ്ടൊരു ഭാഗ്യം മാഷിന് കിട്ടിയിട്ടുണ്ട്. അതെ. ഇവരെയൊക്കെ എങ്ങനെ വിലയിരുത്തുന്നത്? അവരെയൊക്കെ ഓരോരുത്തരും ഓരോ റേഞ്ചിലല്ലേ, പല പല ധ്രുവങ്ങളല്ലേ ഇവരെല്ലാവരും. പിന്നെ എല്ലാവരുടെ അഭിനയിക്കാൻ ഒരു ഭാഗ്യം കിട്ടി. അതിൽ ഈശ്വരനോട് ഞാൻ ഇപ്പോഴും നന്ദിയുണ്ട്. എല്ലാവരും വളരെ നല്ല സഹകരണമാണ്. ഇപ്പോൾ ലാലേട്ടൻ തന്നെ പിന്നെ സെറ്റിലൊക്കെ നല്ല കോമഡിയാണ്, എപ്പോഴും ജോളിയാണ്. മമ്മൂക്കായും അതുപോലെ തന്നെ. പക്ഷെ കാണുമ്പോൾ നമുക്കൊന്ന് പുള്ളി ഭയങ്കര ബലം പിടിച്ചിരിക്കുകയാണ്. പക്ഷെ അസല് രസികനാണ്. നേരിട്ട് കണ്ടിട്ടുള്ള മഹത് വ്യക്തി ആരാണ്? നമുക്ക് കുട്ടിക്കാലത്ത് നമ്മൾ നേരിട്ട് കാണണമെന്ന് ആഗ്രഹിക്കുകയും പിന്നീട് നമ്മൾ ഒരു ലെവലിലൊക്കെ എത്തിക്കഴിയുമ്പോൾ നമ്മളോടൊപ്പം സഹകരിക്കാൻ, നമുക്ക് കാണാൻ, അടുത്ത് ഇടപഴകാൻ കഴിയുകയും ചെയ്യുന്ന ചില ആഗ്രഹിച്ച വ്യക്തിയെ സത്യം പറഞ്ഞ ഇതുവരെ കണ്ടിട്ടില്ല. ദാസേട്ടനെ ഒന്ന് നേരിട്ട് കാണണമായിരുന്നു. ആദ്യം എൻ്റെ മനസ്സിലുള്ളത് മോഹൻലാൽ, മമ്മൂട്ടി. അവരെയൊക്കെ ഒന്ന് ഇടപഴകാനും അവരോടൊപ്പം അഭിനയിക്കാനും കഴിഞ്ഞു. അതൊരു ഭാഗ്യം. പിന്നെ ഇതും നടക്കും. ദാസേട്ടന്, യേശുദാസ് എന്ന് പറയുന്ന നമ്മുടെ ഗാനഗന്ധർവൻ, അദ്ദേഹത്തോടൊപ്പം ഒരു ദിവസം എന്തായാലും സുരാജ് ബഞ്ഞാറമ്മോടിന് സഹകരിക്കാൻ മാത്രമല്ല പിന്നെ ഇടയ്ക്ക് കണ്ട ഞാൻ ദുബായിൽ വെച്ച് ലോകത്തിലെ ഏറ്റവും പൊക്കം കൂടിയ മനുഷ്യൻ. നിങ്ങൾക്കൊന്നും അത് ചിന്തിക്കാനേ കഴിയില്ല. ഇതുപോലത്തെ ഒരു 8 എണ്ണം എടുത്തു വയ്ക്കണം. അപ്പൊ പുള്ളിയെ ഒരു ദിവസം നമ്മളെ PKM കൊണ്ടൊന്ന് കാണിക്കണം. ഏണി വെച്ചെങ്കിലും കയറ്റി ഒരു മാല ഇടിക്കണം. പ്രതിമയല്ല, വലിയ വണ്ടിയിലാണ് ഉണ്ട് കേട്ടാ. അങ്ങനെ ഒറിജിനലുണ്ട്. ഒരു പാകിസ്ഥാനിയാണെന്ന് എനിക്ക് പേര് വിട്ടുപോയി. അപ്പൊ അവിടെ ഉള്ളവർ തന്നെ പറഞ്ഞു അത് അന്ന് അവിടെ പിന്നെ എന്തോ ഒരു ഫംഗ്ഷൻ നടക്കണം, അതിന് വേണ്ടിയിട്ട്. എവിടെ വെച്ചായിരുന്നു? ദുബായിൽ. ഇപ്പം സീരിയലായി, സിനിമയായി, സ്റ്റേജാണ്. സ്റ്റേജിൽ നിന്ന് സീരിയലിൽ വരുന്നു, സീരിയലിന് സിനിമയായി. മൂന്നിനെ എങ്ങനെ കാണും? മൂന്നിൻ്റെതായ വ്യത്യാസമുണ്ട്. അതെ. ഇപ്പോൾ സ്റ്റേജ് പ്രോഗ്രാം ആകുമ്പോൾ അപ്പം തന്നെ നമുക്ക് അതിന്റെ റിസൾട്ട് ജനങ്ങളുമായിട്ട്. അതെ അതെ. നമുക്ക് സ്റ്റേജിൽ പ്രോഗ്രാം ചെയ്താൽ അപ്പോഴും കിട്ടുമെങ്കിൽ ഇവിടെ ഒരുപാട് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഉദ്ദേശിച്ച അഭിനന്ദനമാണ്. അപ്പൊ ഈ സ്റ്റേജ് ആകുമ്പോ ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ജനങ്ങളുമായിട്ട് ശരിക്കും നേരിട്ടുള്ള ഇന്ററാക്ഷൻ, നന്നായാലും അന്നേരം തന്നെ നമുക്ക് അറിയാം റിസൾട്ട്. ഇപ്പൊ TV എന്ന് പറയുമ്പോൾ നമ്മൾ അവർ ടിക്കറ്റ് എടുക്കണ്ട, നമുക്ക് എപ്പോഴും അവരുമായിട്ട് അവരിൽ ഒരാളായിട്ട് കിടന്നു കാണാം. മുതൽ മുടക്കില്ല. സിനിമ എന്ന് പറയുമ്പോൾ പിന്നെ നമുക്ക് എന്നും ഓർക്കാൻ പറ്റിയൊരു സംഭവം. ഇപ്പൊ നമ്മള് മരിച്ചു വരെ നമ്മളെ തലമുറകൾ വീണ്ടും കൊല്ലം കഴിഞ്ഞാലും
അതെ കാണാൻ പറ്റും. അതുപോലെ സിനിമ എന്ന് പറയുന്നത് ഒരു വല്ലാത്തൊരു അപ്പൊ മാധ്യമം ഈ സ്റ്റേജ് കളിക്കുന്നതിന്റെ അവസാനത്തെ ഒരു സംഭവം അങ്ങ് അൾട്ടിമേറ്റ് എന്ന് പറയുന്നത് ഈ സിനിമയിൽ എത്തുക എന്നുള്ളത്. അതെന്തായാലും എത്തിയല്ലോ. എത്തി. എങ്കിലും സ്റ്റേജ് എടുത്ത് വച്ചേ ഉള്ളൂ. സ്റ്റേജ് വിടരുത്. സ്റ്റേജ് ഒരിക്കലും വിടൂല. അതിന്റെ ഇടയ്ക്ക് അല്ലേ? പിന്നെ അത് എത്ര പോയാലും നമ്മൾ ഈ സ്റ്റേജിൽ വരുമ്പോഴാണ് നമുക്ക് ശരിക്കും ജനങ്ങളുമായിട്ട് നേരിട്ട് ഉള്ള സംവാദത്തിനുള്ള ഒരു അവസരം. ഞാൻ കടോൽക്കജ വധത്തില് ഇതുപോലെ എന്റെ കടോൽക്കജ വധം അത് നേരത്തെ ദോശ മറിപ്പ് കണ്ടപ്പോ എനിക്ക് പിടി കിട്ടി. ഫൈറ്റിന്റെ ഒരു സംഭവം. ഇതുപോലെ തോന്നുള്ളൂ ഈ ചട്ടുക. അതിനകത്ത് ഇങ്ങനെയായിരുന്നു, നേരിട്ടുള്ള അഭിനന്ദനങ്ങളായിരുന്നു പലപ്പോഴും. ഒരുപാട് അതിന്റെ പാട് മുതുകത്തും കണ്ട്. ആണല്ലേ? പിന്നെ വേണ്ട, ഇതൊക്കെ അതിന്റെ പഴയ ഓർമ്മയ്ക്ക് വേണ്ടിയുള്ളതാ സംഭവം. ശരി. ഇവിടെ പലതുണ്ട്. ഇതിനകത്തിരിക്കുന്നുണ്ടല്ലേ പെട്ടിക്കകത്ത്. കണ്ട് കണ്ട് കിരീടം എല്ലാം ഉണ്ട്. അത് ഇഡലി തട്ടല്ല, തന്നെ പരിചയമാണ്. അല്ല, ഇടയ്ക്കിടയ്ക്ക് എടുത്ത് വയ്ക്കാല്ലേ? അവയെടുത്ത് നോക്കും. ദോശ തീ കത്തണം. എപ്പോഴും ഇത് ഓർക്കുമല്ലേ ഈ പരിചയയുടെ. ദോശ കരിഞ്ഞാലും നമ്മൾ പഴയ ഇത് വിടരുതല്ലോ.